എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ എന്താണ് പോകുന്നത് ലോസ്റ്റ് നോട്ട് അറ്റ് ആൾ എന്ന സീരീസിൻ്റെ എപ്പിസോഡ് 2 അപ്പോൾ എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ ഡാനിനോട് പ്ലെയിനിനുള്ളിൽ ആ ബോഡി അതെടുക്കാനായിട്ട് പറഞ്ഞല്ലോ. അതിനായിട്ട് പ്ലെയിനിനുള്ളിൽ കയറാൻ പേടിച്ച് നിൽക്കുവാണ്. അവർ മരിച്ചല്ലോ, പിന്നെ പേടിക്കുന്നത് എന്തിനാ, എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് മനസ്സിൽ പറഞ്ഞ് ഉറപ്പിച്ച് അകത്തേക്ക് പോയി. അവിടെയുള്ള ഡെഡ് ബോഡീസ് കണ്ടപ്പോൾ തന്നെ കോൺഫിഡൻസ് സ്പോട്ടിൽ എംറ്റി ചെയ്യുന്ന പോലെ. എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ പോകാൻ നൽകുമ്പോഴാണ് നിനക്ക് പറ്റില്ല എന്നൊരു വോയിസ്. തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ്റെ അച്ഛൻ അവിടെ നിൽക്കുന്നു. അച്ഛൻ, നിങ്ങളിപ്പോൾ പ്ലെയിനിൽ ഇവിടെ എങ്ങനെ? ഞാൻ ഇല്യൂഷൻ ആണോടാ, നിന്നെ പേടിപ്പിക്കും, കണ്ടില്ലേ ഫോഗ് സൗണ്ട് പറ്റി എന്നൊക്കെ പറയുമ്പോൾ എന്താണ് കാര്യം? അത് വിട്ടുപോയി, നീ ഇവരെ എടുക്കാൻ പോകുന്നില്ല. കാരണം നീ ഒരു കൗബോയ് ആണ്, പേടിച്ച് തായ്ലൻഡിലേക്ക് പോണു. അതുകൊണ്ടാണ് നിനക്ക് ഫാമിലി ബിസിനസ് എടുക്കാൻ പറ്റാതെ, നിനക്ക് ഒന്നിനും കഴിയില്ല. എന്നാൽ അത് കേട്ടിട്ട് ഡാനി, എനിക്ക് എല്ലാവരെയും രക്ഷിക്കാനാണ് ആഗ്രഹം. അതെ പബ്ലിക് സെർവൻറ്റ്. അത് കേട്ട് അവിടെയുള്ള ഡെഡ് ബോഡീസ് എല്ലാം പൊട്ടിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ എല്ലാ ടൈമിലും നിന്റെ ഡ്രീമിനെ പേടിപ്പിക്കും. അതുകൂടി കേട്ടപ്പോൾ വെളിയിലോട്ട് വിളിച്ചോണ്ട് ഒറ്റ ഓട്ടം. അത് കഴിഞ്ഞ് അതകാലിച്ച് അവിടെ ഇരിക്കുമ്പോഴാണ് കാരൻ വന്നിട്ട് ഒരു ഫോട്ടോ എടുത്ത് ഇയാളെ അതിനുള്ളിൽ കണ്ടെന്ന് ചോദിക്കുമ്പോൾ ഡാനി പേടിച്ചിരിക്കുവാണല്ലോ, എന്നാൽ ഒന്നും കണ്ടില്ല എന്ന രീതിയിൽ പറയുവാണ്. ദൂരെയുള്ള ഒരാളെ കാണിച്ചിട്ട് അത് അയാളുടെ വൈഫാണ്. അവസാനമായിട്ട് ബൈ പറയാൻ വൈഫിനെ കൂടി കണ്ടപ്പോഴും ഡാനിക്കത് സങ്കടവും തോന്നി. പബ്ലിക് സെർവൻ്റ് ആണല്ലോ, അല്ല എല്ലാവരും സഹായിക്കേണ്ടതാണല്ലോ. കാരൽ പോകാൻ നേരം വിളിച്ചിട്ട് ഞാൻ ഒന്നുകൂടെ നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അതിനുള്ളിലേക്ക് ഒരു കോൺഫിഡൻസിൽ പോകുന്നു. അവനെ കണ്ട എല്ലാവരും പൊട്ടിച്ചിരിക്കുമ്പോൾ മിണ്ടായിടാ. സ്പോട്ടിൽ എല്ലാവരും അടങ്ങി. വെൽ നീ എന്നെ വന്ന് പറയുമ്പോൾ തന്നെ ഒറ്റ അടി ചെവിക്കില്ലേ, നിങ്ങൾ വേറെ ഇല്യൂഷനാണ്, ഇറങ്ങി പോടോ. വെയിറ്റ്, ഇയാളെ കണ്ടോ എന്ന് പറഞ്ഞാൽ ഫോട്ടോയിലുള്ളത് കാണിച്ചെടുക്കുമ്പോൾ അവിടെയുള്ള ആള്, അതായത് അവൻ്റെ അച്ഛൻ കാണിച്ചു കൊടുത്ത് അടുത്തൊന്ന് നോക്കുമ്പോൾ അയ്യോ കുറച്ച് തടി കൂടി പോയല്ലോ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ഫോൺ വിളിക്കുന്ന അവിടെയാണ്. ഫോൺ വിളിച്ച അവസാനം ആകെ പണി കിട്ടിയിരിക്കുവാണല്ലോ. ഇനി എന്ത് ചെയ്യും? ബൂമറിന്റെ വോയിസ് മെയിൽ അത് ഫുള്ളാണ്. അപ്പോഴാണ് വോയിസ് മെയിൽ ഓഫീസിലേക്ക് അയക്കാം എന്ന് പറഞ്ഞിട്ട് അത് ചെയ്യാനായിട്ട് തുടങ്ങി. ഞാൻ പാക്കാണ് നമ്മളിപ്പോൾ എന്ന് പറയുമ്പോൾ തന്നെ ബാറ്ററി തീർന്നു എന്ന് പറയുമ്പോൾ ഇനി എൻ്റെ മുന്നിൽ വന്നു പോകരുത് എന്ന് പറഞ്ഞ് 2 പെമ്പിള്ളേര് അവിടുത്തെ വഴക്കായി. ഓവൻ സോൾവ് ആക്കാൻ നോക്കുമ്പോൾ നിനക്ക് ആരുടെ നമ്പർ അറിയില്ലല്ലോ, നിന്നെ ആർക്കെങ്കിലും അറിയോ എന്ന് പറഞ്ഞ് ഓവനെ കേട്ടു. ഗായ്സ് എന്നെ കൂട്ടാതെ പോവാണോ? അത് പറഞ്ഞപ്പോൾ ആദ്യം നീ പുറത്തിട്ടതകത്ത് കേട്ട് സംഭവം അത് മറന്നുപോയി, സോറി, എൻ്റെ മാത്രം മിസ്റ്റേക്കാണ്. രാത്രി എല്ലാവരും കളക്ട് ചെയ്ത ഡെഡ് ബോഡീസ് അതെല്ലാം കൂടി കത്തിക്കാനായിട്ട് പോവാണ്. ആ സെറമണി അവസാനമായിട്ട് എന്തെങ്കിലും പറയാനായിട്ട് ആരെങ്കിലും വിളിക്കുമ്പോൾ ആരും വരുന്നില്ല. ഡാനി മുന്നിലേക്ക് വന്നിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് പ്ലെയിനുണ്ടായിരുന്നു, എന്നാൽ നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ കഴിഞ്ഞില്ല, നിങ്ങൾക്ക് വേണ്ടി നമ്മളിവിടെ നിന്ന് രക്ഷപ്പെടും എന്ന് പറഞ്ഞിട്ട് ഓക്കെ നമുക്ക് കത്തിക്കാം എന്ന് പറഞ്ഞത് കത്തിച്ചു. എല്ലാവരും സങ്കടത്തോടെ നിൽക്കുന്നു. എന്നാൽ ഡെഡ് ബോഡികൾ അത് കൂട്ടത്തോടെയും കൂടെ ആയതുകൊണ്ട് തന്നെ അതിൽ നിന്ന് വരുന്ന സ്മെല്ല് അത് അത്രത്തോളമായിരുന്നു. അതുമല്ല എല്ലാവർക്കും വൊമിറ്റ് ചെയ്യാനായിട്ട് വരുമ്പോൾ ഇവിടെ നിന്ന് മാറിപ്പോയാൽ അത് റെസ്പെക്റ്റ് കാണിക്കാതിരിക്കുന്നത് പോലെയാവും എന്ന് പറഞ്ഞ് സൈ ചെയ്യുന്നു. എന്നാൽ കുറച്ചു നേരം ആയപ്പോൾ തന്നെ എല്ലാവരും വാള് വയ്ക്കാൻ തുടങ്ങി, മീൻസ് വൊമിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ ഒരു കൂട്ട വൊമിറ്റല്. പിറ്റേന്ന് സ്റ്റീവ് വന്നിട്ട് ടോഡിനോട് ഓരോ കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നു. സ്റ്റീവ് കുറച്ച് സാധനങ്ങൾ അത് കൊടുത്തു. എന്നാൽ ടോഡ് ഇയാൾ വേറെ രീതിയിലാണ് കാണുന്നതെന്ന് വിചാരിച്ച് കളവ, ഞാൻ അങ്ങനത്തെ ആളല്ല, എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട്. അത് കേട്ട് സ്റ്റീവ്, എന്ത്? അതിന് ഞാൻ എന്താ കാണിച്ചത്? നിന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയില്ലേ നോക്കുന്നത്, നിന്റെ മക്കളെ അവൾ ഗാരേജിന് പുറത്തോട്ട് പൂട്ടിയതില്ലേ എന്നൊക്കെ പറയുമ്പോൾ അത് കേട്ട് ചിരിച്ചിട്ട് എന്ത് മക്കളാ, എൻ്റെ ഗോൾഫ് ക്ലബിൽ മറ്റേ ബാൾ അടിച്ച കുഴിയിലൊക്കെ ഇടുന്ന സാധനം ഉണ്ടല്ലേ അതിനെ പറ്റിയാണ് പറഞ്ഞത്. ഞാൻ അതിൻ്റെ മക്കളെ പോലെയാണ് കൊണ്ട് നടക്കുന്നത്. അതുകൂടി കേട്ടപ്പോൾ ഞാൻ പൊട്ടനാ എന്ന രീതിയിൽ സ്റ്റീവ് എൻ്റെ എല്ലാം താടാ, എൻ്റെ നെക്ക് താടാ എന്ന് പറഞ്ഞ് പറയും. അതിനുശേഷം പെട്ടികളുണ്ടെങ്കിൽ അതിൽ വല്ല കാണുമല്ലോ എന്ന് പറഞ്ഞ് ടോഡും ഓവനും കൂടി ഓരോ പെട്ടികൾ അത് തിരയാനായിട്ട് പോവാണ്. അങ്ങനെ ഒന്ന് കിട്ടി. ആ പെട്ടിയിലെ പേര് ടർട്ടലോളി. അങ്ങനെ ഒരാളുടെ പേര് നമ്മൾ മീറ്റിങ്ങിൽ കണ്ടില്ലല്ലോ, ആ ആള് ഡെഡായതാകും എന്ന് വിചാരിച്ച് ആ പെട്ടി ഞാൻ എടുത്തു. എന്നിട്ടോട് പോകാം എന്ന് പറഞ്ഞു പോകുമ്പോഴാണ് വല്ല ഫുഡ് മെഡിസിൻ അങ്ങനെ വല്ല ഉണ്ടോ എന്ന് നോക്കാം എന്ന് പറയുമ്പോഴാണ് അവിടെ ഒരു പെട്ടി കാണുന്നത്. എന്നത് മറച്ചു വെച്ചേക്കുന്നു അവർക്ക് കണ്ടാൽ തന്നെ മനസ്സിലായി. അതിൽ ലോക്ക് ഇട്ട് വെച്ചേക്കാണ്. അതൊരു ഫ്യൂച്ചറിക് ലോക്കാണ്. ടോടപ്പോൾ ഇത് ആരോ ഒളിപ്പിച്ചു വെച്ചതാണ്. അപ്പോൾ അതിനകത്ത് എന്താകും? ഐലൻഡ് മിസ്റ്ററി. രോമാഞ്ചം എനിക്ക് വന്നു എന്ന് പറഞ്ഞ് 2 പേരും. അതിനുശേഷം അവർ 2 പേരും കൂടി അത് തുറക്കാനായിട്ട് നോക്കുന്നു. എന്നാൽ എന്ത് ചെയ്തിട്ടും അത് തുറക്കാൻ പറ്റുന്നില്ല. എന്തിനും ഒന്ന് പൊട്ടിക്കാൻ പോലും പറ്റുന്നില്ല. അവർ മാറി നോക്കുകയാണ്, എന്നാൽ ഒട്ടും തന്നെ ഒക്കുന്നില്ല. അതിനുള്ളിൽ ഡ്രഗ്സ് അല്ലെങ്കിൽ ബ്ലാക്ക് മണിയാണ് എന്നും അവൻ ഡ്രഗ്സ് എന്ന് കേട്ടതോ പിന്നും ആവേശം. അത് കഴിഞ്ഞ് എമ്മ ഫ്ലോറൻസ് 2 പേരും കൂടി കിട്ടിയ പെട്ടികൾ അതിനാവശ്യമുള്ളത് എടുക്കുമ്പോഴാണ് എമ്മ പാക്ക് എന്താണ് കാണിക്കുന്നത് എന്ന് ചോദിക്കുന്നത്. അവ പിന്നെ ടെക്നോളജി എന്ന് പറഞ്ഞ് എന്തൊക്കെ കാണിച്ചു വിട്ടുമാണ്. അവളാണ് പാക്ക് കിട്ടി എന്ന് പറയുന്ന ഫ്ലോറൻസ് ചാടി എഴുന്നേറ്റ് വരുന്നു. ഒരു ഡേവിഡ് പ്ലെയറിന് 2 മണിക്കൂർ ചാർജ് ഉണ്ട്, ഒരു മൂവി കാണാം
നമുക്ക് ഇത് കാണാം എന്ന് പറഞ്ഞ് അത് തുറന്നു നോക്കിയപ്പോൾ അതിൽ CD ഇല്ല. പോയി. എന്നാൽ ഇതുണ്ടെങ്കിൽ ആ ആളെ CD കൊണ്ട് വന്നു കാണാം എന്ന് മനസ്സിലാക്കി. അത് പറയുമ്പോൾ അവർക്ക് വലിയ മൈൻഡില്ല. എന്നാൽ പാക്ക് അവരെ ഒന്ന് പൊക്കാനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ ഈ ഐലൻഡിലെ 2 മണിക്കൂർ വല്ല ഫുഡും ഇല്ലാതെ നമുക്ക് പറ്റും. എന്നാൽ അവസാനമായിട്ടൊരു മൂവി കാണാൻ കഴിയുമല്ലോ. നോക്കൂ, ഒന്നിനെ ഗുണമില്ലാതെ നിൽക്കുന്ന കണ്ടില്ലേ. എന്നാൽ നിങ്ങൾ അങ്ങനെയല്ല, 2 യങ്ങായ ക്യൂട്ട് ഗേൾസാണ്. നിങ്ങൾക്ക് ആഗ്രഹമില്ലേ നൈറ്റ് മൂവി കാണാം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പൊക്കിയപ്പോൾ ഗേൾസാണ്. അതെ, നമുക്ക് കാണാം എന്ന് പറഞ്ഞ് 2 കൂടി CD നോക്കുന്നു. അതിലുള്ള മൂവി ഏതോ ഒന്ന് കിട്ടി. അതൊരു കോമഡി മൂവിയാണ്. അതുകൊണ്ട് അവർ തുള്ളിച്ചാടി. എന്നാൽ അടുത്തൊരു CD കണ്ടാണ് എമ്മയുടെ ചിരി അങ്ങ് സ്പോട്ടിൽ പോയത്. ഫ്ലോറൻസയുടെ വേറൊരു മൂവിയുണ്ട്, സെൽമ. അതൊരു ഡോക്യുമെൻ്ററി മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ ഒരു മൂവിയാണ്. അത് നമ്മൾ കണ്ടതാണ്. അടിപൊളിയാണ്. മൂവി നല്ലതാണ്, മസ്റ്റ് വാച്ച് കൂടി. ഇത് ലാസ്റ്റ് മൂവിയാണ്. ഏതാണ് എന്ന് റൈറ്റ് ചോയ്സ് വേണം. ഇനി 2 മൂവി കാണാൻ കഴിയില്ല. അവർക്ക് 2 മൂവി കാണണമെന്നുണ്ട്. എന്നാൽ അവസാനം സെൽമയെ എന്ന് മനസ്സിൽ ഇഷ്ടമല്ല തന്നെ ഉറപ്പിച്ചു. ഇതേ സമയം പെട്ട് തുറക്കാൻ നോക്കുന്ന 2 അണ്ണന്മാര് നടക്കാതെ അവിടെ ഇരിക്കുമ്പോഴാണ് ഒരു ഐഡിയ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഡാനിനെ കൊണ്ടുവന്നു. ഗണ്ണ് വെച്ച് ലോക്ക് ഓട്ടിക്കുക വേണോ? അതെ, വെറുതെ ബുള്ളറ്റ് വേസ്റ്റ് ആക്കില്ലേ എന്നൊക്കെ പറയുമ്പോൾ മീൻ പിടിക്കാൻ ഷൂട്ട് ചെയ്ത് കളഞ്ഞ ആളാണ് പറയുന്നത്. അവർ വേണമെന്ന് തന്നെ പറയുന്നു. കാരണം അതിനുള്ളിൽ എന്താണെന്ന് അവർക്കറിയണം. ആ ഗണ്ണ് വെച്ച് ഷൂട്ട് ചെയ്ത് അത് തുറന്നു നോക്കിയത് സംഭവം കുറച്ച് കളിപ്പാട്ടങ്ങളായിരുന്നു. അത് സാധാരണയല്ല, അഡൾട്ട് അങ്ങനെ ഉപയോഗിക്കുന്ന. ഇതിനു വേണ്ടിയാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞ് നിൽക്കുന്നു. എങ്കിലിത് ഒരുപാടുണ്ടല്ലോ, ഇത് ആരുടേതാണ് എന്തോ എന്ന് പറഞ്ഞ് അതിലേക്ക് അയച്ചർച്ച. എന്തായാലും മരിച്ചുപോയ ഒരാളുടേതല്ല, ഇത് ഒളിപ്പിച്ചു വെച്ചതാണ്. അവനെ കണ്ടുപിടിക്കണം. അവനൽപ്പം ക്രേസിയാണ്. ഇവിടെ അത് ആരാണെന്ന് കണ്ടുപിടിച്ച് എല്ലാവരുടെ മുന്നിൽ അവനെ കാണിച്ചു കൊടുക്കണം. എന്നാൽ ഓവൻ അതിന് അത്ര വീടൊന്നുമല്ലല്ലോ, ഇവിടെ ഇതൊക്കെ നോർമലാണ് എന്ന് പറഞ്ഞ് 2 കൂടി വഴക്ക്. അവസാനം ആ ആളാരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി എങ്ങനെ കണ്ടുപിടിക്കും എന്നൊരു ചർച്ചയിലേക്ക് എത്തി. എല്ലാവരോടും ചോദിച്ചാൽ അത് നാണക്കേടാണ് എന്ന് മനസ്സിലാക്കിയിട്ട് സെൻസസ് ഇല്ലാതെ ചോദിക്കാം എന്ന് പറഞ്ഞ് ഉറപ്പിച്ചു. പാക്കാണെങ്കിൽ മൂഡ് ഓഫ് ആയി വരുമ്പോഴാണ് അവരൊരു മൂവി കിട്ടി എന്ന് പറയുന്നത്. അത് കേട്ട് മൂഡ് ഓഫ് ഒക്കെ സ്പോട്ടിൽ പോയതുപോലെ. ആദ്യത്തെ ഒരു കോമഡി മൂവിയാണ്. അതിൻ്റെ പേര്, ഡീറ്റെയിൽസ് എല്ലാം, ആ കാര്യങ്ങളെല്ലാം പറയുമ്പോഴാണ് അതെ അടുത്തത് സെൽമ. ആ ചിരി പിന്നും പോയി. സെൽമ മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ ആണോ എന്ന് എടുത്തു ചോദിക്കുമ്പോൾ അതെ, പാക്കിലും അതും കാണണം. എന്നാൽ ഏറ്റവും കൂടുതൽ കോമഡി മൂവി കാണാനാണ് ആഗ്രഹം. ഇത് അവസാന മൂവിയാണ്. മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെയും അടിപൊളി മൂവിയാണ്, മസ്റ്റ് വാച്ചാണ്. എന്ത് തീരുമാനമാണെന്ന് അറിയില്ല. ഒന്നേ കാണാൻ പറ്റൂലേ എന്ന് പാക്ക് തന്നെ ഉറപ്പായും ഒന്നേ പറ്റുള്ളൂ എന്ന് തിരിച്ച് എമ്മയും. ഓനും ഡാനി ടോഡും കൂടി 3 കൂടി എക്സ്പോസ് ചെയ്യാതെ ഓരോരുത്തരുടെ അടുത്തും പോയി ചോദിക്കണം. നൈസായിട്ട് തന്നെ ചോദിക്കുന്നുണ്ട്. എന്നാൽ അത് ആർക്കും തന്നെ അറിയില്ല, അവർക്ക് മനസ്സിലാകുന്നില്ല. ടോഡ് പിന്നും വളച്ചിട്ട് ചോദിക്കാതെ ഡയറക്റ്റ് ചോദിക്കാൻ വരുമ്പോൾ അത് ഓവൻ തടറ്റും. അവസാനം മാറി ചോദിച്ച് ആർക്കും തന്നെ ഒരു സംശയം തോന്നുന്നില്ല. ഇതിപ്പോൾ ആരാ എന്ന രീതിയിൽ അവർ സൂര്യാസ്തമിക്കാനായി സെൽമ കാണാൻ ടൈമായി, ഉറപ്പല്ലേ? അതെ എന്ന് പറഞ്ഞ് മനസ്സില്ലാതെ അപ്പോഴാണ് ദൂരെ ഒരാളെ കണ്ടിട്ട് ഡയാന. അവരോട് ചോദിച്ചാലോ എന്ന് പറഞ്ഞ് ഹാപ്പി ആയിട്ട് നേരെ ചെന്ന് ചോദിക്കുന്നു. ആ കോമഡി സെൽമ. ഓ സെൽമ, അത് ഞാൻ കണ്ടിട്ടുണ്ട്, മസ്റ്റ് വാച്ച് മൂവിയാണ്. അതെ അത് കാണാം എന്ന് പറഞ്ഞു പോകുമ്പോഴാണ് അല്ല മറ്റേത് ഏതെന്നാ ചോദിച്ചത്. അതോ എന്ന് പറഞ്ഞിട്ട് ആ കോമഡി മൂവിയുടെ പേര് പറഞ്ഞാൽ അത് അടിപൊളിയാണല്ലോ. എങ്കിൽ ഇമ്പോർട്ടൻ്റ് മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെതാണ് എന്ന് പറഞ്ഞിട്ട് സെൽമ തന്നെ അവരും പറഞ്ഞു. മറ്റവരെ എല്ലാവരുടെയും ക്വസ്റ്റ്യൻ ചെയ്ത് ഡീറ്റെയിൽസ് എടുത്തു. ഇവർ പോകുന്നത് തായ്ലൻഡിലേക്കാണ്. ഇതിൽ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ലാത്തവരാരാണ് ഈ പെട്ടി കൊണ്ടുവന്നതെന്ന് അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഞാൻ ഇനി അവരോട് തന്നെ ചോദിക്കാൻ പോണു എന്ന് പറഞ്ഞ് ആ പെട്ടി എടുത്തുകൊണ്ട് പോയി. അല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല എന്ന് പറഞ്ഞോളൂ പോകുന്നേ. എങ്കിലും അത് ആരാകും എന്ന് പറഞ്ഞ് ഓൻ നിൽക്കുമ്പോഴാണ് പാക്ക് വന്നിട്ട് ഓൻ്റെ ഡയറി കൊടുത്തേ. ഇത് നിന്റെ പെട്ടി, അത് കണ്ടില്ല എന്നാ ടാഗ് എന്ന് പറഞ്ഞ് ഡാനിക്ക് കൊടുക്കുന്നു. അത് കണ്ട് ടോഡ് എടുത്ത് കൊണ്ടുപോയ ആ പെട്ടിയിലെ ആ ടാഗാണെന്ന് ആ ഓർത്തെടുത്തു. അപ്പോ എന്ന് പറഞ്ഞു ഓൻ. അവൻ അവിടെ നിന്ന് പോകുമ്പോൾ അത് നിരാശയോടെയാണ് പോന്നേ. എടാ പട്ടി, അപ്പോൾ അത് നിന്റെയാണോടാ പെട്ടി? ഡാനിയപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി സെൽമ കാണാനുള്ള ടൈമാണ് എന്ന് പറഞ്ഞ് അതിനായിട്ട് പോകുന്നു. എല്ലാവർക്കും മറ്റേ മൂവി കാണണം, എന്നാൽ ഇത് മിസ് ചെയ്യാൻ പറ്റാത്തതായതുകൊണ്ട് തന്നെ ഇതും കാണണം. അതിന്റെ സങ്കടം എല്ലാവരുടെ മുഖത്തുണ്ട്. ഡാനി ഓവനും കൂടി കാര്യം പറഞ്ഞു വരുവാണ്. കുറച്ച് വർഷം മുമ്പ് എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അവളുടെ പേര് ബെക്ക, വിയറ്റ്നാംകാരിയാണ്. നമ്മൾ തായ്ലൻഡ് വെച്ച് കാണാം എന്ന് തീരുമാനിച്ച് ചാറ്റൊക്കെ ചെയ്ത് നമ്മൾ ഇതുവരെയായിട്ട് മുഖം പോലും കണ്ടിട്ടില്ല, വാക്കുകൊണ്ട് കേട്ടിട്ടില്ല. ആകെ നമ്മൾ ചാറ്റ് ചെയ്താണ് ഓരോ കാര്യങ്ങൾ സംസാരിച്ച്. അവളുടെ ഓരോ അക്ഷരങ്ങളും എൻ്റെ മനസ്സിൽ പതിഞ്ഞു. അവൾ വളരെ ഫണ്ണിയാണ്. അവള് നേരിട്ട് കാണാൻ വേണ്ടി എന്നെ വിളിച്ചു. അങ്ങനെ പോയതാണ്. ഇപ്പോൾ എനിക്ക് വേണ്ടി എയർപോർട്ടിൽ കാത്തു നിൽക്കാവൂ എന്ന് പറഞ്ഞാണ് വരുന്നേ. അവളെ ഡിങ് ഡോങ് കൊണ്ടുവരാൻ പറഞ്ഞു. തായ്ലൻഡിലേക്ക് ഡിങ് ഡോങ് കൊണ്ടുവരാൻ പറഞ്ഞെങ്കിൽ ഇതാകുമല്ലോ എന്ന്
ഡാനി പറയുമ്പോൾ ഡിങ്ഡോങ്ങാ എവിടെ കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അത് വിയറ്റ്നാം കറൻസിയാണ്. എടാ നിന്നോട് പൈസയാണ് ചോദിച്ചത്. അത് കേട്ട് ചൂഞ്ചി അതാണോ, ഞാൻ ഇങ്ങനത്തെ ആളല്ല, ഇത് മിസ്റ്റേക്കാണ്. ഓ എന്നാ പെട്ടി എന്ന് പറയുമ്പോഴാണ് ടോഡ് ആ പെട്ടിയും കൊണ്ട് വരുന്നത് എല്ലാവരുടെ മുന്നിലേക്ക്. ഒരു വലിയ കള്ളനെ ഇന്ന് ഞാൻ കണ്ടുപിടിക്കും. ഈ പെട്ടിയിൽ കണ്ടോ ഒരുത്തൻ്റെ സ്വഭാവമാണ്, എനിക്കറിയണം അത് ആരാണെന്ന്. ഓൺ നൈസായിട്ട് അത് സോൾവ് ആക്കാൻ നോക്കുന്നു. എന്നാൽ ടോഡ് എന്തൊക്കെയാ പറഞ്ഞ് എല്ലാവരും അത് ഏറ്റുവാങ്ങാൻ തുടങ്ങി. അതാരാണെന്ന് കണ്ടുപിടിക്കണം, ഇത്ര ക്രേസി മാനോ, ഇത് അവൻ്റെയാണ് ഇവളുടെയാണ്, തായ്ലൻഡിൽ പോകുന്നേ എന്നൊക്കെ പറഞ്ഞ് സംസാരമായി. അവസാനം ടോഡിനോട് ഇത് നിന്റെ അല്ലടാ, എന്നിട്ട് നമ്മളെ ഇതാക്കാൻ നോക്കുന്നില്ലേ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ജെസ്സിയെ കൊണ്ട് തായ്ലൻഡിലേക്ക് പ്രപ്പോസ് ആണെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ എന്തൊരു മൂവിയുടെ പ്രീമിയം എക്സ്പീരിയൻസ് അത് കാണിക്കാൻ പോവാണ്. എന്തോന്ന് മൂവിയാ, അതെ അവളത് ഫാനാണ്, ഷൂട്ടിംഗ് ചെയ്ത സ്ഥലമൊക്കെ കാണിക്കാൻ. അത് കേട്ട് എല്ലാവരും കളിയാക്കുമ്പോൾ പിന്നെ ചർച്ച ഇത് ആരുടേതാണ്. അവസാനം ഡാനി അത് എൻ്റെയാണ്. അത് കേട്ട് എല്ലാവരും ഷോക്ക്. അവനും ഒരു മോശമായിട്ട് ഓരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. എന്നാൽ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടല്ലോ, അതെ എനിക്ക് എൻ്റെ ഫാസ്റ്റിൽ 9ാമത്തെ വയസ്സിൽ പ്രിൻസസിന് വേണ്ടി മത്സരം വെച്ചു, ഞാൻ ജയിച്ചു. ഞാൻ പറഞ്ഞത് ആ പെട്ടി ആരാണ് കൊണ്ടുവന്നത് എന്നൊരു ബന്ധമില്ലാത്ത കാര്യമൊക്കെ പറയുകയാണ്. അപ്പോൾ ഫ്ലോറൻസ് ഞാൻ വെജിറ്റേറിയൻ അല്ല, ഞാൻ പന്നീനെ കഴിച്ചിട്ടുണ്ട്, അതും ചുട്ട് കഴിച്ചിട്ടുണ്ട്. അപ്പോഴാണ് വേറെ ആള് എൻ്റെ ഒറിജിനൽ പേര് ടർട്ടലോളി എന്നാണ്. അതാണ് മുൻപേ കണ്ടത് എന്ന് ടോഡ്. എന്നാൽ ഇതൊന്നുമല്ല പാക്ക്, ഞാൻ ഫ്രോഡാണ്, ഈ ജാക്കറ്റ് പാൻറ് എല്ലാം ബ്രാൻഡാണെന്ന് പറഞ്ഞ് ഫേക്ക് മാത്രമാണ് എന്ന് അങ്ങനെ കുറെ പേരുടെ സീക്രട്ട് അവരുടെ എല്ലാം പറഞ്ഞിട്ട് ആ കോൺവെർസേഷൻ അങ്ങനെ മാറ്റി. അതിനുശേഷം ഇനി നമുക്ക് സിനിമ കാണാം എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴാണ് സെൽമ കാരണപ്പോൾ നിൽക്ക്, എനിക്ക് സെൽമ കാണണ്ട, അവസാനമായിട്ട് എനിക്ക് ഒരു കോമഡി മൂവി കണ്ടാൽ മതി എന്ന് പറയുമ്പോൾ സപ്പോർട്ടായിട്ട് വേറെ ആൾക്കാർ അങ്ങനെ ഒരുപാട് പേര് എനിക്കും കോമഡി മതി എന്ന് പറഞ്ഞ് അത് സമ്മതിച്ചെടുത്ത് എല്ലാവരും ഹാപ്പി ആയിട്ട് ആ കോമഡി മൂവി അത് കാണുവാണ്. ഡാനിയോനോട് ഒന്നുകൂടി നന്ദി പറയുമ്പോൾ ഇല്ലല്ല നീ പറഞ്ഞതാണ് സത്യം. എന്നാ ഡാനി ഇല്ലടാ നീ പറഞ്ഞത് അതൊരു ഫ്രോഡാകും, ഞാൻ അത് വിട്ട്. അപ്പോഴാണ് എയർപോർട്ടിൽ ഡാനിയും കാത്ത് ആ പെൺകുട്ടി അവിടെ കാത്തു നിൽക്കുന്നതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ സത്യമായിരുന്നു. അവിടെ നിന്ന് കട്ടായിട്ട് ജെസ്സിയും ടോഡിൻ്റെ മാരേജാണ് ആ ഐലൻഡിൽ വെച്ച് നടക്കാൻ പോകുന്നത്. അവള് പറയുന്നത് ഞാൻ ഒട്ടും തന്നെ വിചാരിച്ചില്ല, എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോഴാണ് പാക്ക് റിങ് കൊണ്ട് കൊടുത്തു. അവള് ഹാപ്പി ആയിട്ട് കൈ നീട്ടി അത് വിരലിനും ഇട്ട് കൊടുത്തു. അവൾക്ക് വേണ്ടി ജാപ്പനീസിൽ അവളെ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാട്ടൊക്കെ പാടുവാണ്. ഡാനിയെ അവൻ്റെ ഗേൾ ഫ്രണ്ട് ആകാനിരുന്നത് ഒരു ബോയ് ആണെന്ന് വിചാരിച്ച് കരയുവാണ്. എന്നാൽ പെട്ടെന്നാണ് ഉമ്മയ്ക്ക് വന്നപ്പോൾ ഒരു നാറ്റം. സംഭവം അതൊരു സ്വപ്നം കണ്ടതാണ്. ടോഡാണെങ്കിൽ അടുത്ത് നന്നായിട്ട് പുകച്ചു വിട്ടതാണ്. അവനെ കുത്തി വിളിക്കുമ്പോൾ എന്തൊരു നാറ്റം, ഇറങ്ങിപ്പോടി. എന്നാൽ അവളാണെങ്കിൽ നമ്മളിപ്പോൾ ആരാണ് 7 വർഷമായിട്ട് ഒരുമിച്ച് ജീവിക്കുന്നത്, നമ്മൾ ഇനി ഇതുവരെയായിട്ട് മാരേജ് പോലും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ പാതിരാത്രി തന്നെ വേണോ. അത് കേട്ട് അവളും ദേഷ്യം വന്നിട്ട് പോടാ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി. ടോഡ് പിറകെ പോവല്ലേ എന്ന് പറഞ്ഞ് വരുമ്പോഴാണ് കടലിൽ കയറിയിരിക്കുന്നത് കാണുന്നത്. ഇത്ര പെട്ടെന്ന് കടൽ കയറിയോ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഫുഡെല്ലാം കടലിലേക്ക് പോകുന്ന രീതിയിൽ അവൻ വിളിച്ചുകൊണ്ട് എല്ലാവരും വാ ഈ സാധനങ്ങളെല്ലാം പോകുന്നു, ഇത് ഞാൻ ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം എടുത്തു. പിറ്റേന്ന് എല്ലാവരും വന്ന് നോക്കുമ്പോൾ അവർ കാണുന്നത് വെള്ളം കൊണ്ട് എല്ലാ സാധനങ്ങളും പോയി എന്ന രീതിയാണ്. അവർക്ക് ആകെ ഉണ്ടായിരുന്നത് ആ സാധനങ്ങളാണ്, എന്നാൽ ബാഗ് മാത്രം കൊണ്ടുപോയില്ലല്ലോ എന്ന് പാക്ക് ദേഷ്യത്തിൽ ഒന്നും അറിയാത്തത് പോലെ ടോഡ് വന്ന് നിൽക്കുന്നത്. നൈസായിട്ട് ജെസ്സിനെ വിളിച്ചുകൊണ്ടുപോയി. ജെസ്സി കാര്യം ചോദിക്കാൻ വരുമ്പോഴാണ് പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് പോലെ. എനിക്ക് അവള് പ്രതീക്ഷയോടെ നോക്കുമ്പോൾ ഇത് തരാൻ വിളിച്ചതാണ്. അപ്പാടെ പോയി ഇത് അതെ ഞാൻ എല്ലാം സേവ് ചെയ്തു, ഇത് ഇനി മുതൽ നമുക്കുള്ളതാണ്, ആരും അറിയണ്ട. എന്നാൽ ജെസ്സി ആൾറെഡി കരിപ്പിലായതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ കമ്മ്യൂണിറ്റി സ്റ്റാഫ് അതുകൂടി എടുത്തത് കൊണ്ട് തന്നെ ദേഷ്യത്തിൽ ഇറങ്ങിപ്പോയി. അവളോട് സൗണ്ട് കുറച്ച് സംസാരിക്കാനായിട്ട് പറയുമ്പോൾ ഞാൻ വിചാരിച്ചത് നീ എന്നെ പ്രപ്പോസ് ചെയ്യാൻ വന്നതാണെന്ന്. അത് കേട്ട് പ്രപ്പോസാ, അവൾ വിചാരിച്ചത് ഈ ട്രിപ്പ് അവളോട് പ്രപ്പോസ് ചെയ്ത് അവർ ഒരുമിച്ച് ജീവിക്കാൻ പോവുകയാണെന്നാണ്. ആദ്യം മീറ്റ് ചെയ്തപ്പോൾ ഫസ്റ്റ് ടൈം തന്നെ എനിക്ക് നിന്നെ ഇഷ്ടമായി, നമ്മൾ ഒരുപാട് ഫൺ ചെയ്തു, ഇപ്പോൾ കുറച്ചുകൂടി വേണം എന്ന പോലെ സാധനങ്ങൾ തിരികെ കൊടുക്കുക എന്ന് പറഞ്ഞു പോകുന്നു. തിരികെ കൊടുക്കാൻ ഞാനാ എന്ന രീതിയിൽ ടൂഡ്. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ ബൈ.